ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുനിയാവിന്റെ ചോദ്യം കഴിഞ്ഞ് രണ്ടാമത് ചോദിച്ചത് മല്ലാഖിറ, ആഖിറം എന്താണെന്നറിയുമോ നബിയേ? ആരംഭപ്പൂവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ്സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലാണ്, മറ്റൊരു വിഭാഗം നരകത്തിലാണ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ആഖിറം, ഒന്നെങ്കിൽ സ്വർഗമല്ലെങ്കിൽ നരകം. അടുത്ത ചോദ്യമാണ് ഫമൽ ജന്ന, യാ റസൂലല്ലാഹ്, സ്വർഗം എന്താണെന്നറിയുമോ? ബദലു ദുനിയാ ലിതാരികിഹാ, ദുനിയാവ് ഉപേക്ഷിക്കുന്നവന് അതിന് പകരം അല്ലാഹു കൊടുക്കുന്ന വീടാണ് സ്വർഗം. എത്ര സിമ്പിളായ വാക്ക്! 4 ദിവസം വാതു പറഞ്ഞ തീരുവ വാക്ക്. ദുനിയാവ് ഉപേക്ഷിക്കുന്നവർക്ക് അല്ലാഹു അതിന് പകരം കൊടുക്കുന്ന വീടാണ് സ്വർഗം. ദുനിയാവ് ഉപേക്ഷിച്ചവർക്ക് KP ഉസ്താദ് എത്രയാണ് സുഖിച്ചത്, എത്ര സന്തോഷിച്ചു. നമ്മൾക്ക് ഉസ്താദിൻ്റെ മദ്ഹ് പറയൂലേ, ഉസ്താദിൻ്റെ മരണത്തിന് പോയില്ലേ, ദുആ ചെയ്തില്ലേ? പൊരിവെയിലത്ത്, പാരിപ്പള്ളിയിൽ പൊരിവെയിലത്ത്, അല്ലോ എന്തൊരു ചൂടാണെന്ന്. ഒറ്റയ്ക്ക് ഒരു കവറും തൂക്കി മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങി നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. വണ്ടി നിർത്തി ഞാൻ കുറേയേറെ സംസാരിച്ചു, ആരുമില്ല കൂട്ടിന്. കൂടെ പോകാൻ 100 കണക്കിന് മന്നാനിമാരുണ്ട്, ഉസ്താദുമാരുണ്ട്. പക്ഷെ ഉസ്താദിന് അതൊന്നും അല്ല, വേറൊരു ലോകമാണ്. ദുനിയാവ് ഉപേക്ഷിച്ചവർക്ക് അതിന് പകരമല്ല കൊടുക്കുന്ന വീടാണ് സ്വർഗം. ഇവിടെ KP ഉസ്താദിനെ കുറെ പരാമർശിക്കുന്നത് ഇവിടുത്തെ സലാത്തിന്റെ ജീവനാഡി ഉസ്താദായതുകൊണ്ടാണ്. രണ്ടാമത് ഫമന്നാ ഫമാ ജഹന്നം, നരകമെന്താണ് നബിയേ? ബദലു ദുനിയാലി തോലിബിഹാ, ദുനിയാവിനെ തേടുന്നവർക്ക് അതിന് പകരം അല്ലാഹു കൊടുക്കുന്നതാണ് നരകം. എത്ര ചുമപ്പിച്ചാലും ചുണ്ടിന് ചുമപ്പ് പോരെന്ന് പറയുന്ന പെണ്ണേ, ഇന്ന് നമ്മുടെ കൊണ്ടോടിയിൽ നിന്ന് കല്യാണത്തിന് പോകുന്ന, കോളേജിൽ പോകുന്ന, തിരുവനന്തപുരത്ത് പോകുന്ന, കൊല്ലത്ത് പോകുന്ന, കടക്കലിൽ പോകുന്ന പെൺകുട്ടിയുടെ ബാഗ് പരിശോധിച്ച് നോക്കുമ്മ, നിന്റെ പൊന്നുമോളെ ബാഗ് പരിശോധിച്ച് നോക്കുമ്മ. എത്ര കളറാണ് ബാഗിനകത്ത്! ചുമപ്പുണ്ട്, റോസുണ്ട്, ചുണ്ടിൽ പുരട്ടാനുള്ളത്. ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കുടിച്ചിറങ്ങിയാൽ അപ്പോഴേ കണ്ണാടി ബാഗിനകത്തുണ്ട്, എടുക്കും, അങ്ങനെ തേക്കും, ഇങ്ങനെ ആക്കും, ഇങ്ങനെ ഒരാക്കാക്കും, മടക്കി വെക്കുമ്പോൾ. ഇത് തന്നെ നമ്മൾ ആലോചിക്ക്, അള്ളാഹു അവർക്ക് കൊടുത്ത സൗന്ദര്യം അവർക്ക് പോരാ. RCCയിലൊന്ന് പോയാൽ മതി, എല്ലാ ലിപ്സ്റ്റിക്കും അവസാനിക്കും, എല്ലാ ആഡംബരവും തീരും. ഒരു നഹാസ് എന്ന് പറയുന്ന സഹോദരൻ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ നഹാസ് അല്ല കേട്ടോ, ഇവിടുത്തെ നഹാസ് നമ്മളെ നഹാസാ, വേറൊരു നഹാസ് ഉണ്ട്. മലപ്പുറം ജില്ലയുടെ ഒരു നഹാസ്, ഫുട്ബോൾ കളിക്കാരൻ RCC കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞ എന്താണെന്നറിയോ? എൻ്റെ മകനില്ലെങ്കിൽ അവന് കൂട്ടുകാരില്ല. ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അവർ ചോദിക്കും, നഹാസ് ഉണ്ടാടാ? ഇല്ലെങ്കിൽ ഞങ്ങളില്ല. സിനിമയ്ക്ക് പോയാൽ അവനുണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങളില്ല. ഉത്സവത്തിന് പോയാൽ അവനുണ്ടോ? അവനുണ്ടെങ്കിലേ രസമുള്ളൂ, അവനുണ്ടെങ്കിലേ ഭംഗിയുള്ളൂ, അവനുണ്ടെങ്കിലേ അടിച്ചുപൊളിയുള്ളൂ, അവനില്ലെങ്കിൽ ഞങ്ങളില്ല. അങ്ങനെ പറഞ്ഞ് അവനില്ലാതെ ചലിക്കൂല അവൻ്റെ കൂട്ടുകാർ. ഇപ്പോഴോ കൂട്ടുകാർ ചലിക്കുന്നുണ്ട്, പക്ഷെ അവനില്ല. കൂട്ടുകാർ കളിക്കുന്നുണ്ട്, അവനില്ല. അവൻ RCCയിൽ മെലിഞ്ഞുണങ്ങി വിറക് കൊള്ളി പോലെയായി. അവൻ്റെ മലവും മൂത്രവും ഉമ്മ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാണോ മലവും മൂത്രമൊക്കെ എടുക്കുക? അതിന് മലവും മൂത്രമൊന്നും ഇല്ല ഉസ്താദേ. എന്തെടുക്കാനാണ്? ഒന്നുമില്ല എൻ്റെ മോനിൽ. ഞാൻ പറഞ്ഞു, പഴയ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടി ഒരു ദിവസം വന്നു ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് പോയി. അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ കൂട്ടുകാർ. നിങ്ങൾ ചങ്കെന്ന് പറഞ്ഞ് തലയെ ചുമന്ന് അള്ളാനെ മറന്നു കൊണ്ട് നടക്കുന്നില്ലേ? അത്രേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിനപ്പുറം ഒരാളുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അതിനപ്പുറം അവൻ്റെ വേദനയിൽ വേദനിച്ച്, അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി എന്നും വിവരം അന്വേഷിച്ച്, സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത് അങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അവന് വേണ്ടി ഉംറയ്ക്ക് പോയി, അവന് വേണ്ടി ദുആ ചെയ്ത്, അവന് വേണ്ടി സ്വതക്ക ചെയ്ത് ജീവിതത്തെ മാറ്റിവെക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അല്ലാതെ ഫോട്ടോ എടുത്തു ഫേസ്ബുക്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ലൈക്കും കമന്റും തെണ്ടുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാർ. അങ്ങനെ വന്നിട്ട് പോയി. അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് ടൂറൊക്കെ പോകുമ്പോൾ RCCയും കൂടി ഒന്ന് ചേർത്ത് വെക്കുക. കുറേ മാറും. കുറേ ചുമപ്പിക്കലും കറുപ്പിക്കലും വെളുപ്പിക്കലും ഒക്കെ മാറും. മനുഷ്യനാകും. ഏറ്റവും അധികം ഇഖ്ലാസുള്ള നിസ്കാരം നടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ RCCയുടെ താഴെയുള്ള ജുമാഅത്ത് പള്ളിയിലാണ്. അവിടെ വരുന്നവർക്ക് ദുന്യവിൻ്റെ മോഹമൊന്നും ഉണ്ടാവില്ല. കാരണം ഈ കാഴ്ച കണ്ടിട്ടല്ലേ വരുന്നത്. പിന്നെ അവിടെ നിസ്കരിക്കാൻ വരുന്നവരുടെ ബഹുഭൂരിപക്ഷം ആളുകളും മുകളിൽ കിടക്കുന്നുണ്ടാവും. ഉമ്മയോ ഭർത്താവോ ഭാര്യയോ മക്കളോ കുടുംബമോ ആരെങ്കിലും. അതുകൊണ്ട്
ഓർക്കണം, ദുനിയാവ് നിങ്ങളെ നശിപ്പിക്കും. ആ ചതിക്കുഴിയിൽ വീഴാതെ ആ പെയിന്റടി അവസാനിപ്പിച്ചിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങൂ പെങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങൂ പൊന്നുമോളെ. ഫമാ ഖൈറു ആദിഹിൽ ഉമ്മാ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഉത്തമരാരെന്നറിയുമോ നബിയേ? അല്ലദീ യഅമലു ലിത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അമലുകൾ അലങ്കരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ളുഹാ നിസ്കാരത്തിൽ തുടക്കം കുറിക്കുക, തഹജ്ജുദ് ആരംഭിക്കുക, റമളാൻ എത്തുന്നതിന് മുമ്പ് ഒരു മുത്തഖിയ പ്രിയപ്പെട്ട റമളാൻ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു സുവർണാവസരം കരുണക്കടലായ പടച്ചോന് കാണിച്ചു കൊടുക്കുക. മഹാനായ യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ കണ്ണെടുക്കൂല, അത്രത്തോളം അദ്ദേഹത്തിന്റെ 2 കണ്ണുകൾ ഭംഗിയുള്ളതായിരുന്നു. ഐനാനി ജമീലത്താ. യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളെ കുറിച്ച് നാട്ടിലെ ചർച്ചയാണ്. ആ കണ്ണ് കാണാൻ വേണ്ടി ആളുകൾ വരവാണ്. എത്ര നല്ല കണ്ണുകളാണ്, എത്ര മനോഹരമായ കണ്ണുകളാണ്. യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾക്ക് എത്ര അലങ്കാരമാണ്, ആ കണ്ണുകൾക്ക് എത്ര ശോഭയാണ്. എന്റെ കൊണ്ടോട്ടിയിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് അല്ലാഹു കണ്ണു കൊടുത്തിരുന്നെങ്കിൽ 1 ലക്ഷം ലൈക്ക് കിട്ടുന്ന ഇൻസ്റ്റഗ്രാം അവൻ തുടങ്ങുമായിരുന്നു. കൊണ്ടോട്ടിയിലെ ഒരു പെണ്ണിന് അല്ലാഹു കണ്ണു കൊടുത്തിരുന്നെങ്കിൽ ഇൻസ്റ്റയിലെ പാട്ടുപാടിയിട്ട് നേരമൊഴിയില്ലായിരുന്നു. മഹാനായ യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹുവിന്റെ അത്ഭുതം നിറഞ്ഞ അഴകാർദ്രമായ കണ്ണ് കാണാ ആളുകൾ വരുമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ്. കുറെ കാലം കഴിഞ്ഞ് യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹു മടങ്ങി വരുമ്പോ ആ കണ്ണിന്റെ ഭംഗി മുഴുവനും പോയിരിക്കുകയാണ്, കണ്ണിന്റെ ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് കണ്ടപ്പോ അനുയായികൾ ചോദിക്കുന്നു, എന്തു പറ്റിപ്പോയി നിങ്ങളുടെ കണ്ണിന്? എന്ത് രസമായിരുന്നു ആ കണ്ണിന്, എന്ത് ഭംഗിയായിരുന്നു ആ കണ്ണിന്, എത്ര ഗ്ലാമറായിരുന്നു ആ കണ്ണിന്. മാ ഫഅലത്തിൽ ഐനാനി ജമീലത്താ, നിങ്ങളുടെ ഭംഗിയുള്ള കണ്ണിന് എന്ത് പറ്റിപ്പോയി? ഇബ്നു ഹാറൂൻ, അല്ലയോ ഇബ്നു ഹാറൂനെ, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്ത് പറ്റിപ്പോ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് മറുപടി പറയുകയാണ്, ദഹബ ബിഹിമാ ബുകാഉൽ അസ്ഹാർ, പാതിരാത്രിയിലെ കരച്ചിൽ ആ കണ്ണിന്റെ ഭംഗിയെ നശിപ്പിച്ചു കളഞ്ഞു. ദഹബ ബിഹിമാ ബുകാഉൽ അസ്ഹാർ, പാതിരാത്രിയിലെ കണ്ണീര് എൻ്റെ കണ്ണിന്റെ ഗ്ലാമറിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കുന്നില്ല പലരും, റമദാനിൻ്റെ വില നഷ്ടപ്പെടുത്തി, ശരീരത്തിൻ്റെ സൗന്ദര്യം കുറയും, ഗ്ലാമർ കുറയും, അസുഖമുണ്ടാവും എന്നൊക്കെ വരുത്തി തീർത്തു സോഷ്യൽ മീഡിയയിൽ. കുറേ ആളുകൾ റമദാനിൻ്റെ പകലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാൻ തുടങ്ങി. നമുക്കങ്ങനെയൊക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. യസീദ് ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ കണ്ണ് അത്രയും ഭംഗിയുള്ള കണ്ണ്, കാണാൻ വേണ്ടി ആളുകൾ കാത്തിരുന്ന കണ്ണ്, ആ കണ്ണിൻ്റെ ഭംഗി നശിപ്പിച്ചത് പാതിരാവിലെ കണ്ണീരാണ്. മരണത്തെയും ഒക്കെ കരയാനുള്ള നമ്മുടെ കണ്ണുകൾ ഇന്ന് വരണ്ടുണങ്ങിപ്പോയി. എന്തെങ്കിലും ദുന്യാവിൻ്റെ കാര്യത്തിന് വേണ്ടി കരയുന്നു. ഉപ്പ മരിക്കുമ്പോൾ, ഉമ്മ മരിക്കുമ്പോൾ, മക്കൾ മരിക്കുമ്പോൾ, സുഖമില്ലാന്നറിയുമ്പോൾ, വണ്ടി ഇടിക്കുമ്പോൾ, കാല് മുറിയുമ്പോൾ, അങ്ങനെയൊക്കെയാണ് കരയുന്നത്. ആ കണ്ണീരിന് പ്രതിഫലമൊന്നുമില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞത് ജൂദു ഫിൽ ഉസ്രി, ബുദ്ധിമുട്ടുള്ള സമയത്ത് സ്വതക്ക ചെയ്യുക എന്നതാണ്. രണ്ടാമത്തത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ കൂടുതൽ പേടിക്കുക എന്നതാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പേടിച്ചില്ലെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. എല്ലാ മനുഷ്യരും തെറ്റിലേക്ക് പോകുന്നത് ഒറ്റപ്പെടുമ്പോഴാണ്. അപ്പോൾ അതുണ്ടാവാതിരിക്കുക, പരിപൂർണമായും അള്ളാഹുവിനെ ഭയപ്പെടുക. സ്വർഗലോകം കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു നൽകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله لا إله إلا الله أستغفر الله العظيم 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 بفضل صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم